the Manusmriti, which says in childhood a female must be subject to her father. पिता रक्षति कौमारे भर्ता रक्षति यौवने पुत्रो रक्षति वार्धक्ये എന്നാണ് മനുസ്മൃതി പറയുന്നത്. एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती है. അതിൽ ചില പെൺകുട്ടികൾ മറ്റുള്ളവർ പറയുന്ന ആണുങ്ങൾ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, പെൺകുട്ടികൾ പറഞ്ഞത് എനിക്ക് കൾച്ചറൽ ഷോക്കായി മാറി എന്നാണ്. पुणे म्हणजे प्रेम. നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഛാത്രോം കി ഗുഞ്ച്. നരേന്ദ്രമോദി വിദ്യാർത്ഥി പ്രതിഷേധത്തെ മറികടക്കാൻ, ദില്ലി ജന്തർ മന്ദിർ സമരത്തെ മറികടക്കാൻ സ്വീകരിച്ച ഒരടവ് അത് മൂപ്പർക്ക് തന്നെ തിരിച്ചടിയായ കാഴ്ചയാണ്. മോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും സമീപനത്തിനെതിരെ രാഹുൽ ഗാന്ധി അന്ന് നടത്തിയ ആ പ്രഖ്യാപനത്തെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ മറുവശം ആളുകൾക്ക് വിശദീകരിച്ച് നൽകിക്കൊണ്ട് പൂനെയിൽ സംഘടിപ്പിച്ച ഛാത്രോം കി ഗുഞ്ച് പരിപാടിയാണ് ഇപ്പോൾ രാജ്യത്തെങ്ങും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആകെ ചർച്ചാ വിഷയം. മനുസ്മൃതിയുടെ ഭാഷ്യം അടിച്ചേൽപ്പിക്കുന്ന ആ കാഴ്ചപ്പാടിൻ്റെ ഭരണകൂട നീക്കം അവസാനിപ്പിക്കണം എന്ന ആശയമാണ് രാഹുൽ പങ്കുവച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചും ഇൻട്രാക്ഷനും ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. അവിടെ നടന്ന കാര്യങ്ങൾ, നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്, ഏതു മട്ടിലാണ് രാജ്യം അത് സ്വീകരിച്ചത്, അതിനോട് സ്ത്രീകളുടെ കാഴ്ചപ്പാട് എന്താണ്, ആ വേദിയിൽ നടന്ന വിശദീകരിച്ച പ്രസംഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ ഒക്കെ ഉള്ളടക്കം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. മോദി സർക്കാരിന് വിറപ്പിച്ച ദില്ലി ജന്തർ മന്ദിർ സമരത്തെ ഒരു തരത്തിൽ അപകീർത്തിപ്പെടുത്തും വിധത്തിൽ പ്രധാനമന്ത്രി സ്വീകരിച്ച ഒരു സമീപനം അത് വലിയ ചർച്ചയായിരുന്നു. മോദി പറഞ്ഞത് ആ സമരത്തിൽ തനിക്കെതിരായി മോശം പ്രയോഗങ്ങളുണ്ടായി എന്നും ആ പ്രയോഗങ്ങൾ നടത്തിയത് പെൺകുട്ടികളാണ് എന്നത് തനിക്ക് കൾച്ചറൽ ഷോക്കായി എന്നുമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പ്രധാനമാക്കി അത് ഉയർത്തിപ്പിടിച്ച് സമരത്തെ മുഴുവൻ മോശമാക്കാൻ BJP സ്വീകരിച്ച ഒരടവായിരുന്നു അത്. ജൂലൈ 31 ഇൻസ്റ്റഗ്രാമിലിട്ട വീഡിയോയിൽ മോദി പറഞ്ഞ വാക്കുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പരിപാടി ആരംഭിച്ചത്. ആദ്യം നമുക്ക് ആ വാക്ക് കേൾക്കാം. कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती है. മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ചില കുസൃതിക്കാരായ കുട്ടികൾ വളരെ മോശവും അധിക്ഷേപകരവുമായ ഭാഷ പ്രയോഗിച്ചു. പരിഷ്കൃതമായ ഒരു സമൂഹത്തിനും യോജിക്കാത്ത വാക്കുകളായിരുന്നു അവ. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, എൻ്റെ അന്തരിച്ച മാതാവിനെയും അധിക്ഷേപിച്ചു. എന്നാൽ നമ്മുടെ പെൺമക്കൾ ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നത് എനിക്ക് വലിയ സാംസ്കാരിക ഞെട്ടലായി മാറി, ഒരു കൾച്ചറൽ ഷോക്കായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ വഴിതെറ്റിയ കുട്ടികളാണ്, അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് മോദി പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് അത് കേട്ടപ്പം എന്തെങ്കിലും പന്തികേട് തോന്നിയോ? അതായത് തനിക്കെതിരായി ചില ആളുകൾ മോശമായ ഭാഷ പ്രയോഗിച്ചു, അത് ശരിയാണ്. പലയിടത്തും വലിയ സമരമൊക്കെ നടക്കുമ്പോൾ പലയിടത്തും അത് പക്ഷേ ആ സമരത്തിൻ്റെ അജണ്ടയല്ല. സമരത്തിന് നേതൃത്വത്തിലിരിക്കുന്നവർ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളുമായോ അവരുടെ സംഘടനയുമായോ സംവിധാനവുമായോ ബന്ധപ്പെട്ടതേ അല്ലായിരുന്നു. പക്ഷേ അതാണ് സമരമായി അദ്ദേഹം ആഖ്യാനം ചെയ്തത്. അതുപോട്ടെ, അങ്ങനെ പറയുന്നതിലോ അതിൽ ചില പെൺകുട്ടികൾ, മറ്റുള്ളവർ പറയുന്ന ആണുങ്ങൾ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, പെൺകുട്ടികൾ പറഞ്ഞത് എനിക്ക് കൾച്ചറൽ ഷോക്കായി മാറി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇത് മൊത്തത്തിൽ കേട്ട് വരുമ്പോൾ സമരക്കാരായ വിദ്യാർത്ഥികൾ മുഴുവൻ പ്രശ്നക്കാരാണ് എന്ന് തോന്നുമെങ്കിലും അത് മാത്രമല്ല, മോദിക്ക് കൾച്ചറൽ ഷോക്ക് നൽകിയത് വേറൊന്നാണ്, പെൺകുട്ടികളുടെ സാമീപ്യവും ഭാഷയുമാണ്. അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാനും അന്ന് ആലോചിച്ചതാണ്, അതെന്താ ആൺകുട്ടികളുടേത് കൾച്ചറൽ ഷോക്കല്ലേ, അവർ മോശമായ ഭാഷ പ്രയോഗിച്ചാൽ കൾച്ചറൽ ഷോക്കാകില്ലേ, പെൺകുട്ടികളെ എന്താ കൂട്ടിലിട്ട് വളർത്തുന്നതാണോ എന്ന്. ആൺകുട്ടികൾ മോശം ഭാഷ ഉപയോഗിച്ചാൽ അത് സാധാരണ രാഷ്ട്രീയ ആക്രമണമാകുന്നു, എന്നാൽ പെൺകുട്ടികൾ അതേ ഭാഷ ഉപയോഗിച്ചാൽ അത് കൾച്ചറൽ ഷോക്കാകുന്നു, സാംസ്കാരിക ആഘാതം. മോദി മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയത്തിനെതിരായ കടന്നാക്രമണമാണ് രാഹുൽ ഗാന്ധി പൂനെയിൽ നടത്തിയത്. സ്ത്രീക്ക് പ്രതിഷേധിക്കാം, കോപിക്കാം, സർക്കാരിനെ ചോദ്യം ചെയ്യാം, തെറ്റ് ചൂണ്ടിക്കാണിക്കാം, പക്ഷേ അവർക്ക് അനുവദിച്ചിരിക്കുന്നത് ചില പരിമിതികളാണ്. അതായത് ഭാഷയും പെരുമാറ്റവും അനുവദിച്ചതെല്ലാം പുരുഷനേക്കാൾ ചെറുതായിരിക്കണം എന്നുണ്ടോ? ഈ ചോദ്യമാണ് ഉയർത്തപ്പെട്ടത്. സ്ത്രീകൾ ഓരോ സ്വതന്ത്ര വ്യക്തിത്വങ്ങളായി തന്നെയാണ് ഈ രാജ്യത്ത് അടയാളപ്പെടുത്തേണ്ടത്. ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. You are unique, you are special, you are individual and you have your own dream, your own vision for your life. സ്ത്രീകൾ പുരുഷനെ അപേക്ഷിച്ച് ഏതെങ്കിലും തരത്തിൽ താഴ്ന്നവളല്ല. Women are by nature more sensitive, more gentle, more compassionate and more forward looking than men. എന്നാൽ നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടിൽ സ്ത്രീകളെ 3 കൂടുകളിൽ ഇട്ടടച്ചിരിക്കുകയാണ്: മകൾ, ഭാര്യ, അമ്മ. Whenever I speak to a man, women are put in 3 boxes. You are either seen as a daughter, as a wife or as a mother. അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല, അതൊരു വാസ്തവവുമാണ്. Now there is nothing wrong with being seen as a wife
daughter or mother. Nothing wrong with it. എന്നാൽ അത് മാത്രമല്ല പ്രധാനം, ഏറ്റവും പ്രധാനം അതല്ല താനും. അവരവരുടെ ഐഡന്റിറ്റിയാണ്. അത് പുരുഷൻ അനുവദിച്ചു കൊടുക്കുന്നു, സ്ത്രീക്ക് പക്ഷേ ആ സ്വന്തം ഐഡന്റിറ്റി അനുവദിച്ചു കൊടുക്കുന്നില്ല. But this cannot be your only identity. അവിടെയാണ് മനുസ്മൃതി ഉപയോഗിക്കപ്പെടുന്നത്. സംഘപരിവാറിന്റെ എക്കാലത്തെയും ആശയധാര. മനുസ്മൃതിയെ ഭരണഘടനയാക്കണം എന്ന് വരെ പറഞ്ഞവരുടെ പിന്മുറക്കാരാണല്ലോ. മനുസ്മൃതിയുടെ സ്ത്രീ കാഴ്ചപ്പാട് എന്താണ് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. The Manusmriti, which says clearly in childhood a female must be subject to her father. Meaning the Manusmriti says in childhood a female belongs to her father. In youth, she belongs to her husband. When her lord is dead, she belongs to her sons. പിതാരക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യേ എന്നാണ് മനുസ്മൃതി പറയുന്നത്. A woman must never be independent. This is a direct quote from the Manusmriti. അതായത് ചെറുപ്പത്തിൽ കൗമാരം വരെ പിതാവ് രക്ഷിക്കും, അത് കഴിഞ്ഞ് ഭർത്താവ് രക്ഷിക്കും, അവസാനം പുത്രൻ രക്ഷിക്കും. അവരുടെ എല്ലാം പിന്തുണയിലും അനുവാദങ്ങളിലും മാത്രം കഴിയേണ്ടവളാണ് സ്ത്രീ. ഒറ്റയ്ക്കൊരു കാലമില്ല, സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് മനുസ്മൃതിയുടെ പ്രത്യയശാസ്ത്രം. You have a relationship with your father, you have a relationship with your brother, you have a relationship with your husband, you have a relationship with your son, but you do not belong to them. You belong to yourself. അതിന് പകരം ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്ത്രീയുടെ സ്വതന്ത്ര വ്യക്തിത്വം എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടത്. Here is a trap, and there are 4 methods of control. രാത്രിയിൽ പുറത്തിറങ്ങരുത്, അവിടെ പോകരുത്, ആ ജോലി വേണ്ട, സുരക്ഷിതമല്ല, വിവാഹം കഴിക്കേണ്ട സമയമായി, ഇങ്ങനെ ഒരുപാട് കൂട്ടുകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളിൽ, പരിമിതികളിൽ പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെ തളച്ചിട്ടിരിക്കുകയാണ്. ഭരണകൂടം ഒരുക്കി വെച്ച ട്രാപ്പുകളെ പറ്റിയും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. The first method of control, violence. Second method of control, disrespect. Time is used against you, and in every single sphere of life, in some way or the other, men and the system is trying to control you, make sure that you do exactly what it wants. എന്തെല്ലാം ശാരീരിക അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു. पर physical violence होती है, घर में सड़क पे मारा जाता है, धमकाया जाता है, पीटा जाता है. അവസരങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെ സ്ഥിതി. വിവേചനത്തിന്റെ അവസരങ്ങൾ മാത്രം. Violence of opportunity. 50% महिला एजुकेशन या काम को रिजेक्ट करती हैं सेफ्टी के कारण. സാമ്പത്തികമായും ഈ ട്രാപ്പ് ഉണ്ട്. फाइनेंशियल हिंसा क्यों? क्योंकि अगर आप एक महिला हो, एवरेज हिंदुस्तान की महिला को हर साल सेफ्टी पे 17,500 रुपए एक्स्ट्रा खर्च करने पड़ते हैं. ഇന്ത്യയിലെ ഇന്നത്തെ കണക്കനുസരിച്ച് പുരുഷനെ അപേക്ഷിച്ച് സ്വന്തമായി ഭൂസ്വത്തുള്ള സ്ത്രീകൾ ആകെ വെറും 8% മാത്രമാണ്. 60% घर से अकेली नहीं जा सकती हैं. अगर घर से बाहर जाना होता है तो किसी के साथ जाना होता है. सेकंड, 45% शादी के लिए या हाउसवर्क के लिए 45% शादी या हाउसवर्क के लिए ड्रॉप आउट करती हैं. और आखिरी जो शायद सबसे अमेजिंग आंकड़ा है, और इससे तो मैं बहुत हैरान हुआ कि इस देश में सिर्फ 8% महिलाओं के पास इंडिपेंडेंटली ओन्ड प्रॉपर्टी है. मतलब फाइनेंशियल कंट्रोल, मूवमेंट पे कंट्रोल, और आप क्या करोगे उस पे कंट्रोल. ഏറ്റവും ഒടുവിലാണ് സമയത്തെ സ്ത്രീകൾക്കെതിരായ ആയുധമാക്കി നമ്മൾ എടുത്തുപയോഗിക്കുന്നത്. फाइनल ताला, फाइनल कंट्रोल समय का. अब शादी की उम्र हो गई है, टाइम इज वेपनाइज्ड. एवरेज जो महिला है, जो लड़की है 15 से 29 साल की, वो एवरेज घर में 5.5 घंटे काम करती है. उसी घर में एवरेज लड़का 30 मिनट काम करता है. സമൂഹത്തിൽ സ്ത്രീയെ നിയന്ത്രിക്കുന്ന പഴയ പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഇന്നും നിലനിൽക്കുന്നു. അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം ഇന്നത്തെ അധികാര ഭരണകൂട സംവിധാനങ്ങളിലും ഉണ്ട്. സ്ത്രീയെ 2ാം തരം പൗരയായി കാണുന്ന ഈ പാട്രിയാർക്കി അവസാനിപ്പിക്കണം എന്നാണ് രാഹുൽ കൺക്ലൂഷനായി സ്ത്രീകൾക്ക് മുന്നിലേക്ക് വെച്ചത്. आपको पेट्रियार्की दबाती है, डराती है, धमकाती है, कंट्रोल करती है. मिलकर इस पेट्रियार्की को खत्म करना है. स्मैश द पेट्रियार्की. माय मैसेज टू यू, सिंपल मैसेज: बी लाउड, बी प्राउड, and fight for your space
in society. ചുരുക്കത്തിൽ നരേന്ദ്രമോദി ഒരു സമരത്തെ ഇല്ലാതാക്കാനാണെങ്കിലും അറിയാതെ പറഞ്ഞു പോയത് അവരുടെ ഉള്ളിലെ യഥാർത്ഥ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിന് പകരം അവരെ നിയന്ത്രിക്കുന്ന സാമൂഹിക മനോഭാവമാണ് BJP RSS പിന്തുടരുന്നത് എന്നാണ്. സംഘപരിവാറിന്റെ എക്കാലത്തെയും ആയുധമായ മനുസ്മൃതിയെ തന്നെ രാഹുൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഭരണകൂടത്തിന്റെ സമീപനവും വ്യത്യസ്തമല്ല. തൊഴിലിടത്തും പൊതുയിടത്തും വീടുകളിലും സ്ത്രീകൾക്ക് വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് പെരുമാറാനാകുന്ന പുരോഗമന സാമൂഹ്യ സാഹചര്യമാണ് ഭരണകൂടം സൃഷ്ടിക്കേണ്ടത്. പെൺകുട്ടികളെ കൂട്ടിലടയ്ക്കുന്ന ഇന്ത്യ അല്ല വേണ്ടത് എന്ന പ്രഖ്യാപനമാണ് ഇവിടെ വിളിച്ചു ചേർത്ത് ഈ പരിപാടിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ഒടുവിൽ BJPയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ത്രീപക്ഷ പരിപാടിയായി ഇത് മാറി. ഇനി ഈ പ്രശ്നത്തെ BJP എങ്ങനെ നേരിടും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.